അലർജിയോടൊപ്പം തന്നെ കഫത്തിന്റെ പ്രശ്നം ഉണ്ടോ? എന്നാൽ ഈ ഒരു 5 കാര്യം നിങ്ങൾ ചെയ്ത് നോക്കൂ. അതിൽ 5ാമത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് ചെയ്യുന്നത് വഴി തന്നെ കഫം കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രവണത തന്നെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതിൽ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അലർജിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രാത്രി സമയത്താണ് കൂടുതലായിട്ട് കഫത്തിന്റെ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണത്തിലൊക്കെ നല്ല രീതിയിൽ മാറ്റം വരുത്തേണ്ടതാണ്. നിങ്ങൾ അരിഭക്ഷണം രാത്രിയിൽ കഴിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾക്ക് പകൽ സമയങ്ങളൊക്കെ കഴിക്കാം, രാത്രി സമയത്ത് അരിഭക്ഷണം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പാൽ ഉൽപ്പന്നങ്ങളും രാത്രി കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. പ്രത്യേകിച്ച് തൈരൊക്കെ രാത്രി കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പകൽ സമയങ്ങളിൽ തൈര് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പുളിയുള്ള കറികൾ അതുപോലെ തന്നെ പുളിയുള്ള ഫ്രൂട്ട്സുകൾ, പ്രത്യേകിച്ച് ഓറഞ്ച്, മുസമ്പി, മുന്തിരിയൊക്കെ പോലുള്ള ഫ്രൂട്ട്സുകൾ രാത്രി സമയത്ത് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രാത്രി സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലായിട്ട് പ്രോട്ടീൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ രാത്രിയുള്ള ഭക്ഷണങ്ങളിൽ കൂടുതൽ സാലഡ്, അതായത് ക്വിർസിറ്റിൻ കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ള ഉള്ളിയൊക്കെ കൂടുതലായിട്ട് സാലഡ്സിൽ ഉൾപ്പെടുത്തുക. ബീറ്റാ കരോട്ടിൻസ് ഉള്ള ക്യാരറ്റ് ഒക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുന്ന വഴി തന്നെ നമുക്ക് നല്ല രീതിയിൽ അലർജി പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 5ാമതായി നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എത്രയും നേരത്തെ കഴിക്കാൻ ശ്രമിക്കുക. ഒരു 7 മണിയാകുമ്പോഴത്തേനും നിങ്ങൾ ആ ഡിന്നർ നിങ്ങൾ മാക്സിമം ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഡെയിലി റുട്ടീൻസ് കാരണം തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നുണ്ട്. ഫുഡ് നമ്മൾ ലേറ്റ് ആയി കഴിക്കുന്നതിനനുസരിച്ച് നമ്മളെ കുടലിനൊക്കെ കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ വരികയാണ്. ഇതൊക്കെ അലർജി ട്രിഗർ ചെയ്യുന്നുണ്ട്. ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുക. അതുവഴി തന്നെ നമുക്ക് അലർജിയുടെ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഒരു 7 മണിക്ക് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ എഫക്ട് കിട്ടുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. അലർജിക്ക് മാത്രമല്ല, അലർജി, ആസ്മ, കഫക്കെട്ടിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. അലർജിയോടൊപ്പം തന്നെ കഫക്കെട്ടുമായിട്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഇന്ന് തന്നെ ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്തോളൂ.